ആലത്തൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് ഇശാത്തുൽ ഇസ്ലാം മഹല്ല് ജുമാ മസ്ജിദ്. ജനനിബിഡമാണ് നമ്മുടെ പള്ളി. സ്ത്രീകളും പുരുഷന്മാരും ജുമാക്കും മറ്റ് തറാവീഹ് അടക്കമുള്ള നിസ്കാരങ്ങൾക്കും നിറഞ്ഞു കവിയുന്ന സാഹചര്യമാണ് നമ്മുടെ പള്ളിയിലുള്ളത്. കേരളത്തിലെ തന്നെ വളരെ മാതൃകാപരമായ മഹല്ലാണ് നമ്മുടേത്. വ്യത്യസ്തങ്ങളായ പരിപാടികൾ, ഖുർആൻ പഠന ക്ലാസ്സുകൾ, ഹദീസ് ക്ലാസ്സുകൾ, അങ്ങനെ വിവിധങ്ങളായ ആത്മീയ പഠന ക്ലാസ്സുകളും അതുപോലെ തന്നെ വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്ന സക്കാത്ത് സംവിധാനവും അതോടൊപ്പം ആതുര സേവന രംഗത്ത് നമ്മൾ കാഴ്ചവെക്കുന്ന വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ തുടങ്ങി മഹല്ലത്തിലെ ജനങ്ങൾക്കിടയിൽ ബഹുമുഖമായ പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന വളരെ അടുക്കും ചിട്ടയുമുള്ള ഒരു മഹല്ലാണ് ഇശാത്തുൽ ഇസ്ലാം മഹല്ല് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഈ മഹല്ലത്തിലെ ജനങ്ങളും പുറമെയുള്ള ആളുകളുടെയും നിസ്സീമമായ പ്രാർത്ഥനയും പിന്തുണയും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എന്നും പ്രതീക്ഷിക്കുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ വിവിധങ്ങളായ സേവന റിലീഫ് പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. എല്ലാ ദിവസവും 200-ലേറെ പേർക്ക് നോമ്പ് തുറയും, 300-ലേറെ കുടുംബങ്ങൾക്ക് ജീരകക്കഞ്ഞി വിതരണവും നടന്നു വരുന്നു. റമദാൻ്റെ ആരംഭത്തിൽ 100-ലേറെ റമദാൻ കിറ്റുകൾ കുടുംബങ്ങൾക്ക് നൽകുകയുണ്ടായി. സക്കാത്ത് ശേഖരണവും വിതരണവും വളരെ ഫലപ്രദമായി ഇശാത്തുൽ ഇസ്ലാം മസ്ജിദ് കേന്ദ്രീകരിച്ച് നടന്നു വരുന്നുണ്ട്. ഇതിൽ എല്ലാ സത്യവിശ്വാസികളുടെയും സമ്പൂർണമായ സഹകരണം ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു. ഏകദേശം 12 ലക്ഷം രൂപ ചെലവഴിച്ച് 20 കിലോവാട്ടിൻ്റെ സോളാർ സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം 24 ടണ്ണുള്ള AC പുരുഷന്മാരുടെ ഭാഗത്തും 6 AC 2 ടണ്ണ് വീതിയുള്ള സ്ത്രീകളുടെ ഭാഗത്തും സ്ഥാപിക്കാൻ കഴിഞ്ഞു. 12 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഇശാത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള സ്വന്തമായ ഒരു ഖബർസ്ഥാൻ സ്ഥാപിക്കാനും കഴിഞ്ഞു. ആയിരത്തി 1987 നിർമ്മിച്ച ഇശാത്തുൽ ഇസ്ലാം മസ്ജിദിൻ്റെ 40 വർഷത്തെ പഴക്കമുള്ള ഈ പള്ളി അള്ളാഹുവിൻ്റെ ഭവനം നവീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. നമ്മുടെ വീടുകളൊക്കെ ഭംഗിയാക്കുന്നത് പോലെ നമ്മുടെ അള്ളാഹുവിൻ്റെ വീടും ഭംഗിയാക്കണം. പാലക്കാട് ജില്ലയിലെ എക്സലൻ്റ് മസ്ജിദാക്കി ഇതിനെ പരിവർത്തിപ്പിക്കണം. അതിൻ്റെ പ്രവർത്തന പാതയിലാണ് കമ്മിറ്റിയുള്ളത്. അതിന് ഇനിയും ഒരുപാട് എക്സലൻസ് ഉണ്ടാകാനുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. മഹല്ലിന് കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കഞ്ഞി വിതരണം ഈ വർഷവും നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 45 കിലോളം ബിരിയാണി അരി വെച്ചിട്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത്. $250 പേർ വന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് നോമ്പുതുറ നടത്തുന്നതുമുണ്ട്. ഇതിനെല്ലാം അഭ്യുദയകാംക്ഷികളുടെ അകമഴിഞ്ഞ സഹകരണത്തോടു കൂടിയാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളിൽ നിന്ന് കൃത്യമായി സംഘടിതമായി തന്നെ സക്കാത്ത് ശേഖരിക്കുകയും കൃത്യമായി വിതരണവും ചെയ്തു വരുന്നു. കഴിഞ്ഞ വർഷം 17 ലക്ഷത്തിലധികം സംഖ്യ ഇത്തരത്തിൽ സ്വരൂപിക്കുകയും ആലത്തൂരും പരിസര പ്രദേശങ്ങളിലും വിദ്യാഭ്യാസം, കടബാധ്യത തീർക്കൽ, വീട് നിർമ്മാണം, തൊഴിൽ സംരംഭങ്ങൾ, പെൻഷൻ, ചികിത്സ തുടങ്ങിയ 100ഓളം കുടുംബങ്ങൾ ഇതിൻ്റെ പ്രയോജനങ്ങൾ ലഭിച്ചു വരുന്നു. അല്ലാഹുവിൻ്റെ അതിഥികളായി പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന കാര്യത്തിൽ ആലത്തൂർ ഇശാത്തുൽ ഇസ്ലാം മസ്ജിദ് പരിപാലന കമ്മിറ്റി എല്ലാ കാലത്തും പ്രാധാന്യപൂർവ്വം ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട്. ഈ വർഷം റമദാന് മുന്നോടിയായി വിവിധങ്ങളായ നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് പള്ളി പരിപാലന കമ്മിറ്റി നേതൃത്വം നൽകിയത്. 2500 സ്ക്വയർ ഫീറ്റ് വീതം വലിപ്പമുള്ള 3 നിലകളിലായാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. അവ പെയിന്റ് അടിക്കുകയും 5 വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന മുസല്ല മാറ്റി 7 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പുതിയ മുസല്ല വിരിക്കുകയും ചെയ്തു. 3 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് സൗണ്ട് സിസ്റ്റം നവീകരിക്കുകയുണ്ടായി. കൂടാതെ സ്റ്റെയർ കേസിനോട് ചേർന്ന ഭാഗത്ത് കബോർഡുകൾ പണിയുകയും ഡിവൈഡറും ഗ്ലാസ് ഡോറുകളും സ്ഥാപിക്കുകയും ചെയ്തു.
കേടുവന്ന ഫാനുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുകയും സ്ത്രീകളുടെ നിലയിൽ ജുമാ ഖുതുബ ദൃശ്യമാക്കുക എന്ന ലക്ഷ്യം വെച്ച് ഡിസ്പ്ലേ സ്ക്രീൻ സ്ഥാപിക്കുകയും ചെയ്തു. ഇത്രയും സാധ്യമായത് പടച്ചവന്റെ പ്രതിഫലം ആഗ്രഹിച്ച് വിശ്വാസികൾ നൽകിയ സദഖകൾ കൊണ്ടാണ്. ഇരുന്ന് നമസ്കരിക്കുന്നവരുടെ ചെയറുകൾ ഇടാനുള്ള കാർപ്പറ്റ്, ഖുർആൻ സ്റ്റാൻഡ്, ഖുർആൻ പരിഭാഷകൾ, ഇസ്ലാമിക വിജ്ഞാനകോശം ഉൾപ്പെടെയുള്ള റഫറൻസ് ഗ്രന്ഥങ്ങൾ എന്നിവകളും വിശ്വാസികൾ സംഭാവന ചെയ്യുകയുണ്ടായി. പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജുമാ ഖുതുബകളും തറാവീഹ് നമസ്കാര ശേഷമുള്ള നസീഹത്ത് ക്ലാസുകളും പള്ളിയോടനുബന്ധിച്ച് നടക്കുന്ന മറ്റു പ്രഭാഷണങ്ങളും വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു വരുന്നുണ്ട്. എക്സലന്റ് മസ്ജിദിന്റെ ഭാഗമായി പള്ളിമുറ്റം ടൈൽ വിരിക്കൽ, സീലിംഗ് ഉൾപ്പെടെ ഇന്റീരിയർ വർക്കുകളും മറ്റു നവീകരണ പ്രവർത്തനങ്ങളും സമീപ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. റമദാന് മുന്നോടിയായി ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളിൽ കുറച്ചധികം ബാധ്യതകൾ നമുക്കുണ്ട്. എല്ലാ സുമനസ്സുകളുടെയും സഹകരണം തേടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുകയും നമ്മുടെ എല്ലാ അധ്വാനങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ.